പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിയമസഭാ പുസ്തകോത്സവവുമായി ബന്ധപ്പെട്ട് ടുഡേ ബുക്സ് പ്രസിദ്ധീകരിച്ച മാർക്സിസം പ്രമേയങ്ങൾ പരികൽപ്പനകൾ എന്ന ബൃഹത് ഗ്രന്ഥത്തിൻ്റെ ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. ഗ്രന്ഥകർത്താവ് ഷിജു എലിയാസ്, രാധാകൃഷ്ണൻ ചെറുവല്ലി, വിൻസെൻ്റ് പീറ്റർ തുടങ്ങിയ ആളുകളാണ് ഈ പുസ്തകം ചർച്ച ചെയ്തുകൊണ്ട് നിങ്ങളോട് സംവദിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ക്ലാസിക്കൽ മാർക്സിസവുമായി ബന്ധപ്പെട്ട് ഇത്രയും ബൃഹത്തായ ഒരു ഗ്രന്ഥം രചിക്കപ്പെടുന്നത് എന്നുള്ളതാണ് വസ്തുത. ഈ ഒരു ഗ്രന്ഥം അക്കാദമിക് മേഖലയിലും മാർക്സിസ്റ്റ് പഠിതാക്കൾക്കും സാധാരണ വായനക്കാർക്കുമൊക്കെ തന്നെ പരിശോധിക്കാവുന്നതും അവരുടെ പലതരത്തിലുള്ള സംശയ നിവൃത്തികൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുമാണ് ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. ഒറ്റ വാള്യത്തിൽ തന്നെ ഇത്രയും ബൃഹത്തായ ഒരു ഗ്രന്ഥം എന്ന ഒരു സംരംഭം ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു രൂപകൽപ്പന ആയിരിക്കാം എന്നാണ് ടുഡേ ബുക്സ് കരുതുന്നത്. ഈ സംവാദത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി എഴുത്തുകാരനും ചിന്തകനുമായിട്ടുള്ള രാധാകൃഷ്ണൻ ചെറുവല്ലിയെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, മാർക്സിസം പ്രമേയങ്ങൾ പരികൽപ്പനകൾ എന്ന് പറയുന്ന ഈ ബൃഹത്തായ ഗ്രന്ഥത്തെപ്പറ്റി ഏതാനും വാക്കുകൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കാലത്ത് ഏറ്റവും പ്രസക്തമായ വിഷയങ്ങളാണ് ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നത്. മാർക്സിസത്തിൻ്റെ ക്ലാസിക് കാലഘട്ടത്തിൻ്റെ മുഖ്യ പ്രമേയങ്ങളാണ് ഇതിനകത്ത് കടന്നു വരുന്നത്. ആധുനികമായ ഡെവലപ്മെൻറ്റുകളെപ്പറ്റി അല്ല, മാർക്സ്, ഏംഗൽസ് തുടങ്ങിയ ആളുകളുടെ വീക്ഷണങ്ങളും രചനകളുമാണ് ഇതിൽ പരിശോധിക്കുന്നത്. ഒരു ഡിക്ഷണറി പരിശോധിക്കും പോലെ മാർക്സിസത്തിനകത്ത് വ്യവഹരിക്കപ്പെടുന്ന പരികൽപ്പനകൾ എങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് നിലനിൽക്കുന്നത്, എങ്ങനെയാണ് മാർക്സിസ്റ്റുകൾ അത് മുമ്പോട്ട് വച്ചിട്ടുള്ളത് എന്നത് സംബന്ധിച്ച് അന്വേഷിക്കുന്ന ഒരാളിന് എളുപ്പത്തിൽ വഴങ്ങാവുന്ന തരത്തിലാണിത് കൈകാര്യം ചെയ്യുന്നത്. നമുക്കറിയാം, ലോകത്ത് എമ്പാടും മാർക്സിസത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ബലപ്പെടുന്നൊരു കാലം കൂടിയാണിത്. പ്രത്യേകിച്ച് ഒരു ബഹുസ്വര ലോകം എന്നത് മാറിക്കൊണ്ട് ഏകതനമായി ചരിത്രത്തെ തിരിച്ചുവിടാനുള്ള സംഭവങ്ങൾ തീക്ഷ്ണമായി നടക്കുന്നൊരു കാലമാണ്. മാർക്സിസം സോഷ്യലിസം അല്ലെങ്കിൽ ബാർബാറിസം എന്ന് പറഞ്ഞതുപോലെ സോഷ്യലിസം ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സമൂഹം ചിതറിപ്പോകുന്നത് എന്ന് നമ്മുടെ കണ്ണു മുമ്പേ ഇപ്പോൾ കാണുകയാണ്. വെനസ്വേലയിൽ നടന്ന സംഭവം അതിൻ്റെ സൂക്ഷ്മ അർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മുതലാളിത്തത്തിൻ്റെ ആർത്തി എന്ന് നമ്മൾ വെനസ്വേലയിലെ ഇടപെടലിനെ പറയാൻ കഴിയില്ല. അതൊരു ആർത്തിയല്ല, സാമ്രാജ്യത്വത്തിൻ്റെ സ്വഭാവം അതാണ്. ലോകത്തെമ്പാടുമുള്ള സമ്പത്തിനെ സ്വന്തം മുതൽക്കൂട്ടാക്കിക്കൊണ്ടാണ് സാമ്രാജ്യത്വം പ്രവർത്തിക്കുന്നത്. അവിടെ മാനവികത, സാമാന്യ നീതി, ലോകരാഷ്ട്രങ്ങൾ രൂപീകരിച്ചിട്ടുള്ള ആശയങ്ങൾ അതിനൊന്നും യാതൊരു സ്ഥാനവും ഇല്ല. ഏതേതെല്ലാം രാജ്യത്ത് സമ്പത്ത് ഉണ്ടോ അതെല്ലാം സാമ്രാജ്യത്വത്തിൻ്റെ സമ്പത്തായി മാറും. പ്രാദേശിക ഭരണകൂടങ്ങളെ ഒരു ഹെലികോപ്റ്റർ ആക്രമണം വഴി തട്ടിക്കൊണ്ടു പോകാവുന്ന തരത്തിലേക്ക് ലോകം മാറിയിരിക്കുന്നു. നമുക്ക് സവിശേഷമായി കാണാവുന്ന ഒരു കാര്യം, ഒരു ബദലായിട്ടുള്ളൊരു സോഷ്യലിസ്റ്റ് ചേരി ഇല്ലാത്തത് കാരണം. സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുണ്ട്, പക്ഷേ സാർവദേശീയമായ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ ശേഷിയുള്ള മൂവ്മെൻ്റ് ഇല്ലാത്തത് കാരണം
സാമ്രാജ്യത്വം ചെയ്യുന്ന ഏതു കാര്യവും മനുഷ്യ മസ്തിഷ്കങ്ങളിൽ സാധൂകരിക്കപ്പെടുകയാണ്. അതങ്ങനെ സാധൂകരിക്കപ്പെടാതിരിക്കണമെങ്കിൽ ശക്തമായ ഒരടിത്തറയിൽ നിന്നുകൊണ്ടുള്ള സംഘടനകൾ വേണം. ഇപ്പോൾ വെനസ്വേലയുടെ കാര്യം നമ്മൾ കൃത്യമായി പരിശോധിച്ചാൽ ബൊളിവേറിയൻ റവല്യൂഷൻ്റെ പാരമ്പര്യമാണ് ലാറ്റിൻ അമേരിക്കയിലുള്ള രാജ്യങ്ങൾക്ക് ഉള്ളത്. അവർ തൊഴിലാളി വർഗത്തെ അതിൻ്റെ വാൻഗാർഡായി കാണുന്നില്ല. മൾട്ടിറ്റ്യൂഡാണ്, ജനസഞ്ചയമാണ്. സാമ്രാജ്യത്വ വിരുദ്ധമായ നിലപാടും മൾട്ടിറ്റ്യൂഡും ക്രിസ്ത്യൻ ദർശനവും എല്ലാം കൂടി കൂടിക്കുഴഞ്ഞ ഒരു ബദൽ അവസ്ഥയാണ് അവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങേണ്ട വാൻഗാർഡായ തൊഴിലാളി വർഗത്തിൻ്റെ ശക്തി കുറവ് ഈ സംഭവത്തിൽ നമുക്ക് സൂക്ഷ്മമായി നോക്കിയാൽ കാണാം. അപ്പോൾ മാർക്സിസം എന്നുള്ള ഒരു ബദലാണ്, സോഷ്യലിസം എന്നുള്ള ബദലാണ് സാമ്രാജ്യത്വത്തിന് ഉള്ളത്. സാമ്രാജ്യത്വത്തിൻ്റെ കൃത്യമായ ശത്രു എന്ന് പറയുന്നത് തൊഴിലാളി വർഗമാണ്. തൊഴിലാളി വർഗത്തിൻ്റെ ശകലീകരണത്തിന് വേണ്ടി വലിയ തോതിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടക്കുന്നത്. അതിൻ്റെ പ്രയോഗം നോക്കുമ്പോൾ ഇപ്പോൾ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിൽ അതിൻ്റെ പേര് മാറ്റി നിർവീര്യമാക്കി വരുമ്പോൾ അതിനൊരു രാഷ്ട്രീയമുണ്ട്. ഇന്ത്യയിലെമ്പാടുമുള്ള സാധാരണ ഏറ്റവും അടിത്തട്ടിലെ തൊഴിലാളികൾ സംഘടിതരായി ഗവൺമെൻറ്റിനെ ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥ ഒഴിവാക്കാൻ വേണ്ടി അതിനെ ശകലീകരിക്കുക എന്നുള്ള ഒരു നടപടിയാണ് അതിൻ്റെ പിറകെ. അതുപോലെ തന്നെ ലേബർ കോഡിൽ വരുത്തിയ മാറ്റം, ഇതെല്ലാം ഇന്ത്യക്കകത്ത് ഒരു വർഗപരമായി തൊഴിലാളികൾക്ക് എതിരായി നടക്കുന്ന ഒരു വലിയ നീക്കമാണ്. എന്നാൽ അതിനെ അങ്ങനെ തന്നെ കൃത്യമായി മനസ്സിലാക്കിക്കുന്നതിനോ കഴിയാതെ പോകുന്നത് കാരണം ഫാഷിസ്റ്റ് ആശയങ്ങളും ലിബറൽ ആശയങ്ങളും ആളുകളുടെ മസ്തിഷ്കത്തെ ഞെരുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ സാമ്രാജ്യത്വത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്ത്, അതിനെ എങ്ങനെയാണ് ചെറുക്കുക എന്നുള്ള കാര്യം ഓരോരുത്തരും സംഘടിതമായും വ്യക്തികളെന്ന നിലയിലും മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് സഹായകരമായ ഗ്രന്ഥങ്ങൾ ആവശ്യമാണ്. ഇപ്പോൾ മാർക്സിൻ്റെയും ഏംഗൽസിൻ്റെയും രചനകൾ അവിടെ ഉണ്ട്. പക്ഷെ അതവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് പുതിയ കാലത്ത് അത് എല്ലാ ആളുകളും വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നല്ല. തൽപരരായ ആളുകൾക്കും വലിയ പ്രക്ഷോഭങ്ങൾ വഴി സൃഷ്ടിക്കപ്പെട്ട മസ്തിഷ്കങ്ങൾക്ക് മാത്രമേ അത് സ്വാംശീകരിക്കാൻ പറ്റൂ. കേവലമായ അക്കാഡമിക് പഠനം കൊണ്ട്. എന്നാൽ ഇനിയിപ്പോൾ മാർക്സിനെ വായിച്ച് കളയാമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം മുതൽ മാർക്സിനെ വായിക്കാൻ തുടങ്ങിയത് അതങ്ങനെ സ്വാംശീകരിക്കാനായിട്ട് കഴിയില്ല. അങ്ങനെ സ്വാംശീകരിക്കാൻ കഴിയില്ല. കാരണം പ്രയോഗത്തിൻ്റെ തത്വശാസ്ത്രമാണ് മാർക്സിസം. പ്രയോഗത്തിൽ കൂടി ആശയത്തെ ബലപ്പെടുത്താനായിട്ട് കഴിയൂ. അപ്പോൾ ആ ഘട്ടത്തിൽ മാർക്സിസത്തിൻ്റെ ടെനൻസ്, പരികൽപ്പനകൾ, ഊന്നലുകൾ പുതിയ കാലത്തിൻ്റെ അറിവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിൽ ഒരു ബാലപാഠം എന്നുള്ള നിലയ്ക്ക് ഒട്ടേറെ മാർക്സിസ്റ്റ് സിദ്ധാന്തവും പ്രയോഗവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളും ഈ പുസ്തകം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇത്രയും ബൃഹത്തായ ഒരു വർക്ക് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അസാമാന്യമായ ഒരു ശക്തി ആവശ്യമാണ്. അപ്പോൾ ഇത്രയും അതിൻ്റെ വലിപ്പം കൊണ്ട് മാത്രമല്ല, അത് കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ സൂക്ഷ്മതലത്തിൽ അത് ആവശ്യമാണ്. മാർക്സിസത്തെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും അത് എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. അപ്പോൾ ഇത് ഇന്നത്തെ കേരളത്തിൻ്റെ അന്തരീക്ഷം നമ്മൾ പരിശോധിച്ചാൽ അറിയാം. ഇപ്പോൾ ലെഫ്റ്റ് ആശയങ്ങൾക്ക്, ഇടതുപക്ഷത്തിൻ്റെ ആശയങ്ങൾക്ക് വലിയ എതിർപ്പ് നേരിടുന്നൊരു കാലമാണ്. ഒരു ആശയമണ്ഡലത്തിലെ ഒരു ചുരുക്കം നമ്മൾ അനുഭവപ്പെടുന്നുണ്ട്. അതിൻ്റെ കാരണം മാർക്സിസ്റ്റ് ദർശനത്തിൻ്റെ ഹൃദയം മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രയോഗങ്ങൾ വികസിച്ച് വരേണ്ടതുണ്ട്. ദൈനംദിന ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വലിയൊരു ജനവിഭാഗത്തെ അണിനിരത്താനും അവരെ രാഷ്ട്രീയവൽക്കരിക്കാനുമുള്ള ശ്രമം കേരളത്തിൽ നടന്നിട്ടുണ്ട്. എന്നാൽ അത് ഈ പ്രകാശ തരംഗങ്ങൾ നേർത്തു പോകും പോലെ ഒരു പ്രത്യേക ഘട്ടമെത്തുമ്പോൾ അവർ നിർജ്ജീവാവസ്ഥയിലേക്ക് പോകാനിടയുണ്ട്. അടുത്തൊരു ഘട്ടം അത് വികസിപ്പിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ആ തരംഗങ്ങളെ കൂടുതൽ തീക്ഷ്ണതരമാക്കേണ്ടതുണ്ട്. അപ്പോൾ ഐഡിയോളജിക്കലായിട്ട് ഒരു വീണ്ടെടുക്കലിൻ്റെ കാലം കൂടിയാണ്. സാമ്രാജ്യത്വം ഉള്ളിടത്തോളം കാലം,
എന്തുകൊണ്ടാണ് ലോകത്ത് എമ്പാടുമുള്ള തൊഴിലാളികൾ ലോകത്ത് മൊത്തത്തിലുള്ള സംഘടന വേണമെന്ന് തൊഴിലാളി വർഗത്തിൻ്റെ സാർവദേശീയ കാഴ്ചപ്പാട് എന്തുകൊണ്ടാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത്? ഓരോ രാജ്യത്തിലുമുള്ള തൊഴിലാളികൾ അവരുടെ പ്രശ്നം നോക്കിയാൽ പോരെ, അതിനൊരു സാർവദേശീയ കാഴ്ചപ്പാട് ആവശ്യം ഉണ്ടോ? പരസ്പരം മല്ലടിക്കുന്ന രാജ്യങ്ങളിലുള്ള തൊഴിലാളികൾ തമ്മിൽ അങ്ങനെ ഒരു ഐക്യമുണ്ടാകുമോ? ഇന്ത്യക്കകത്തും പാകിസ്ഥാനിലുമുള്ള തൊഴിലാളികൾക്ക് സ്വന്തമായി എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഇന്ത്യയെ അനുകൂലിക്കുന്നതും ഇന്ത്യയെ എതിർക്കുന്നതുമായ സാമ്രാജ്യത്വ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ എന്തുകൊണ്ട് സാർവദേശീയമായ മുദ്രാവാക്യം ഉയർത്തുന്നു? എന്തുകൊണ്ട് ഉയർത്തണം? എന്തിന് സംഘടിക്കപ്പെടണമെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സാമ്രാജ്യത്വം സാർവദേശീയമായ സംഘാടനമാണ്. അത് മുതലാളിത്തം അതിൻ്റെ ഉയർന്ന രൂപമായ സാമ്രാജ്യത്വവും സർവ്വതലങ്ങളെയും സ്പർശിച്ചുകൊണ്ട് സാമ്രാജ്യത്വ രൂപത്തിൽ പ്രവർത്തിക്കുമ്പോൾ അത് അന്താരാഷ്ട്ര ലെവലിലാണ് പ്രവർത്തിക്കുന്നത്. അന്താരാഷ്ട്ര ലെവലിൽ പ്രവർത്തിക്കുന്ന സാമ്രാജ്യത്വത്തെ, മുതലാളിത്തത്തെ നേരിടണമെങ്കിൽ സാർവദേശീയമായ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ആവശ്യമാണ്. എന്നാൽ ഇപ്പോൾ സാർവദേശീയമായ കാഴ്ചപ്പാടുകളിൽ നിന്ന് പല രാജ്യങ്ങളും പിന്നോട്ട് പോവുകയും അവരവരുടെ രാജ്യങ്ങളിലേക്ക് മാത്രം ചുരുങ്ങുകയും ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു കാലത്ത് ആഗോളവൽക്കരണ നയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി വാശി പിടിച്ച, അതിനുവേണ്ടി മൂലധനത്തിൻ്റെ പ്രവാഹം ഉറപ്പാക്കിയ, ലാഭക്കൊള്ള ഉറപ്പാക്കിയ സാമ്രാജ്യത്വ രാജ്യങ്ങൾ തന്നെ മൂന്നാലോക രാജ്യങ്ങൾ ഈ മേഖലയിലേക്ക് കടന്നു വരികയും തൊഴിൽ മണ്ഡലങ്ങളിൽ ശക്തി പ്രാപിക്കുകയും പ്രാദേശികമായ വ്യവസായ ശൃംഖലകൾ വളർന്നു വരികയും ചെയ്തപ്പോൾ സാമ്രാജ്യത്വത്തിന് അതിൻ്റെ നയങ്ങളുമായി മുമ്പോട്ട് പോയാൽ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കണ്ടുകൊണ്ട് അവർ വാതിലുകൾ അടയ്ക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പുറകെയും രാഷ്ട്രീയമുണ്ട്. എന്തുകൊണ്ടാണ് സാമ്രാജ്യത്വം ചില ഘട്ടങ്ങളിൽ വാതായനങ്ങൾ തുറന്നിടുന്നത് എന്നും അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ എന്തുകൊണ്ടാണ് അടച്ചു കളയുന്നത് എന്നും പരിശോധിക്കുമ്പോഴാണ് മാർക്സിസത്തിൻ്റെ പ്രസക്തി. ആഗോളതലത്തിലുള്ള തൊഴിലാളികളുടെ ഉയർത്തെഴുന്നേൽപ്പ് അത് ഒരേ ഏകശിലാരൂപത്തിലാവണമെന്നില്ല, വ്യത്യസ്തമായ തരത്തിൽ അത് അത്തരം ഇന്നത്തെ ലോക സാഹചര്യത്തെ വ്യാഖ്യാനിക്കാൻ പറ്റിയ ടൂളുകൾ ക്ലാസിക്കൽ മാർക്സിസത്തിൽ ഉണ്ടോ എന്നുള്ള ചോദ്യം പലരും ഉയർത്തുന്നുണ്ട്. എന്നാൽ മാർക്സിൻ്റെയും ഏംഗൽസിൻ്റെയും ലെനിൻ്റെയും ഒക്കെ രചനകൾ ഈ കാലത്ത് ഗൗരവമായ പഠനത്തിന് വിധേയമാക്കുമ്പോൾ അവർ ഈ മുഖ്യ വൈരുദ്ധ്യങ്ങളെ വളരെ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ എടുക്കണം. ഈ പുതിയ കാലത്തിനനുസരിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ദൗത്യം ഏറ്റെടുക്കണം. അത് വലിയ ഒരു ദൗത്യമാണ്. അത് ഏതാനും എഴുത്തുകാരിലോ വായനക്കാരിലോ ഒതുങ്ങുന്നതല്ല. ഒരു ശക്തമായ പ്രസ്ഥാനം കെട്ടിപ്പടുത്തുകൊണ്ടും സാർവദേശീയ നിലവാരത്തിൽ നിന്നുകൊണ്ട് തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും ചെയ്തുകൊണ്ടേ അത് ആ പ്രസ്ഥാനം വളരുകയുള്ളൂ. ആന്തരികമായി അതിൻ്റെ ഉള്ളടക്കമായ മാർക്സിസവും വികസിക്കുകയുള്ളൂ. അപ്പോൾ പ്രവർത്തനത്തിൽ കൂടി ബലപ്പെടുന്ന ആശയത്തിൽ കൂടി ബലപ്പെടുന്ന പ്രവർത്തനവും എന്നുള്ള മാർക്സിസ്റ്റ് പരികൽപ്പന മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ ഇത് കേൾക്കാനായി, ഈ ഇടപെടാനായി കുറച്ചാളുകൾ മാത്രമേ ഉണ്ടാവൂ. ഈ വലിയ ആൾക്കൂട്ടങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ആശയത്തിൻ്റെ ദൃഢത അത് പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. വികസിത മുതലാളിത്ത രാജ്യങ്ങളിലും തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളുണ്ട്. പക്ഷേ അവരുടെ ശബ്ദം വെളിയിൽ കേൾക്കാത്ത തരത്തിലേക്ക് മൂടി മറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഓരോ മനുഷ്യനും ജീവിക്കുന്ന സാഹചര്യം, മാന്യമായ ജീവിതം ഉറപ്പാക്കാൻ എല്ലാ ആഹ്ലാദങ്ങൾക്കും എല്ലാ ആളുകൾക്കും അർഹതയുണ്ട് എന്നുള്ള തോന്നലിലേക്ക് അത് എത്തുന്നതിന് ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് ആവശ്യമാണ്. അത് മാർക്സിസത്തിന് ബദലായി ഒരു കാഴ്ചപ്പാട്, അത്രയും സമഗ്രമായ ഒരു കാഴ്ചപ്പാട് മുമ്പോട്ട് വയ്ക്കപ്പെട്ടിട്ടില്ല. എതിർക്കാനാണെങ്കിലും അനുകൂലിക്കാനാണെങ്കിലും മാർക്സിസത്തെ സ്പർശിക്കാതെ കഴിയില്ല. പ്രത്യേകിച്ചും അന്തരാള ഘട്ടങ്ങളിൽ. ഇപ്പം മാർക്സ് തന്നെ ചൂണ്ടിക്കാണിച്ച അതുപോലെ വിപ്ലവം എന്ന് പറയുന്ന പ്രക്രിയ അകന്നു പോവുകയും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടികൾ, ഇന്ത്യയിലെ കോൺഗ്രസ് പോലുള്ള പ്രസ്ഥാനങ്ങൾ അതിൽ പ്രതീക്ഷ നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ ഒരു ശൂന്യത വന്നു ചേരും. ആ ശൂന്യതയുടെ ഘട്ടത്തിൽ മനുഷ്യ മസ്തിഷ്കങ്ങളിലേക്ക് ഭൂതകാല പ്രേതങ്ങൾ കയറി അവരുടെ മസ്തിഷ്കങ്ങളെ ഞെരുക്കിക്കളയും എന്നൊരു നിരീക്ഷണം മാർക്സ് നടത്തുന്നുണ്ട്. അപ്പോൾ ശൂന്യമായ നിരാശാജനകമായ കാലഘട്ടങ്ങൾ ഫാഷിസത്തിനും ജനാധിപത്യ വിരുദ്ധതയ്ക്കും വളർന്നു വരാനുള്ള കാലഘട്ടം കൂടിയാണ്. അപ്പോഴേക്കാണ് ഭൂതകാലത്തിൽ മൺമറഞ്ഞെന്ന് നമ്മൾ കരുതുന്ന പല ആശയങ്ങളും തലപൊക്കി വരുന്നത്. ഇന്ത്യൻ സാഹചര്യത്തിൽ മാർക്സിൻ്റെ ഈ നിരീക്ഷണം എത്രയോ ശരിയാണ്. നമുക്കറിയാം, RSS പോലുള്ള പ്രസ്ഥാനങ്ങൾ 100 കൊല്ലമായി ഇവിടെ ചെറുതും വലുതുമായി നിലനിൽക്കുന്നുണ്ടായിരുന്നു. വളരെ
വളരെ നിർജീവാവസ്ഥയെന്ന് പുറമേ തോന്നുന്ന തരത്തിൽ നിൽക്കുകയായിരുന്നു. ഒരു പ്രത്യേകമായ നിലനിൽക്കുന്ന ജനാധിപത്യ വ്യവസ്ഥ ശരിയായ രീതിയിലല്ല പോകുന്നത് എന്ന് കാണുമ്പോൾ ആളുകൾക്കുള്ളിൽ വ്യാമോഹം സൃഷ്ടിച്ചുകൊണ്ടും ഭിന്നത സൃഷ്ടിച്ചുകൊണ്ടും മതാത്മകതയെ ഉണർത്തിവിട്ടുകൊണ്ടും ഒരു കുതിച്ചുകയറ്റത്തിന് തയ്യാറെടുക്കുന്നു. അത് ഈ ഒരു എന്തുകൊണ്ടാണ് അത് കേവലമായി സംഭവിക്കുന്നതല്ല, ആളുകളുടെ മസ്തിഷ്കങ്ങളിലേക്ക്, ഇപ്പോൾ ശൂന്യമായ മസ്തിഷ്കങ്ങളിൽ രാഷ്ട്രീയ ശൂന്യത ഉണ്ടാകുമോ? ഇടതോ വലതോ അല്ല, സ്വതന്ത്രമായി നിൽക്കുന്ന, താൻ ഒരു സ്വതന്ത്രനാണെന്ന് അവകാശപ്പെടുന്ന ഒരാളിൻ്റെ മസ്തിഷ്കം എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക? ഇപ്പോൾ ഡെൻസിറ്റി കൂടിയ ഒരു പ്രതിഭാസം ഡെൻസിറ്റി കുറഞ്ഞതിനെ വലിച്ചെടുക്കും പോലെ രാഷ്ട്രീയ ശൂന്യതകളിലേക്ക് ഹെജിമോണിക്കായിട്ടുള്ള, മേധാവിത്വമുള്ള, അതീശത്വമുള്ള ആശയങ്ങൾ കടന്നു കയറും. അപ്പോൾ ശൂന്യമായ മസ്തിഷ്കങ്ങളിലേക്കെല്ലാം, ദുർബലമായ മസ്തിഷ്കങ്ങളിലേക്കെല്ലാം വൻതോതിൽ ഇരച്ചു കയറുകയാണ് വലതുപക്ഷ ആശയങ്ങൾ, മതാത്മകത. അതൊരു ഘട്ടമാണ്. ഇത് ഒരു ഘട്ടത്തിൽ ഇത് വികസിച്ച് കഴിയുമ്പോൾ മനുഷ്യൻ്റെ ദൈനംദിന ജീവിത പ്രശ്നത്തിലേക്ക് വീണ്ടും മടങ്ങാതിരിക്കാൻ കഴിയില്ല. കാരണം ആത്മീയത ഭക്ഷിച്ചുകൊണ്ടും, പ്രത്യേകിച്ച് വ്യാജ ആത്മീയത ഭക്ഷിച്ചുകൊണ്ടും ഒരു മനുഷ്യന് മുമ്പോട്ട് പോകാൻ കഴിയില്ല തന്നെ. അങ്ങനെ വരുമ്പോൾ റിയാലിറ്റി ബൈറ്റ് എന്നൊരു കാര്യമുണ്ട്. യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങേണ്ടി വരും. യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങുമ്പോൾ ഏതാണ് തങ്ങൾക്ക് മുമ്പോട്ട് പോകാനുള്ള യാഥാർത്ഥ്യം എന്നുള്ള തിരിച്ചറിവുണ്ട്. ആ സ്ഥാനത്താണ് മാർക്സിസത്തിനും, ചെറുതാണെങ്കിലും മാർക്സിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും തൊഴിലാളി വർഗ്ഗങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. അത് പ്രസക്തമാകുന്നതിനെ സഹായിക്കുന്ന തരത്തിലേക്ക് ഇടപെടാൻ കഴിയുന്ന ഒരു ഗ്രന്ഥമാണ് ഇവിടെ ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിന് ഇത്രയും ശ്രമകരമായ ഒരു പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ള ശ്രീ ഷിജു ഏലിയാസിനെ അഭിനന്ദിച്ചുകൊണ്ടും ഇത്തരം വലിയൊരു പുസ്തകം തയ്യാറാക്കാൻ മനസ്സ് കാണിച്ച ടുഡേ ബുക്സിനും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വളരെ നന്ദി രാധാകൃഷ്ണൻ ചെറുവല്ലി. അടുത്തതായിട്ട് നമ്മളോട് സംസാരിക്കുന്നതിനായി ശ്രീ വിൻസെൻ്റ് പീറ്ററെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, പ്രിയ സുഹൃത്ത് ഷിജു ഏലിയാസ് രചിച്ച മാർക്സിസം പ്രമേയങ്ങൾ പരികൽപ്പനകൾ എന്ന പുസ്തകത്തിൻ്റെ എഴുത്തിൻ്റെ ഘട്ടങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം അത് വായിക്കാനും അതിൻ്റെ പ്രൂഫിൻ്റെ വായനകൾക്കുമൊക്കെ സഹകരിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിലാണ് രാജേഷ് എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതെന്ന് ഞാൻ കരുതുന്നു. മാർക്സിസം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും പ്രചോദനപ്രദമായിട്ടുള്ള, മലയാളത്തിൽ ഇന്ന് ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബൃഹത്തായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് മാർക്സിസം പ്രമേയങ്ങൾ പരികൽപ്പനകൾ. ഗവേഷകർക്കും പഠിതാക്കൾക്കും രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും നിലപാടില്ലാത്തവർക്കും ഇന്ന് ഒരു നിലപാടിൽ നിന്നുകൊണ്ട് അടുത്ത ദിവസം മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നവർക്കും ഒക്കെ കൃത്യമായൊരു നിലപാടിലേക്ക് എത്തിച്ചേരാൻ ഈ ഗ്രന്ഥത്തിൻ്റെ പാരായണം സഹായിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അത്യന്തം ബൃഹത്തായ ഒരു കൃതിയാണെങ്കിലും ഏത് ഭാഗമാണോ നമുക്ക് പഠിക്കാൻ വേണ്ടത് എന്ന് നോക്കി ഒരു ഡിക്ഷണറി പോലെ കൈകാര്യം ചെയ്യാവുന്ന വിധത്തിൽ ഒരു റെഫറൻസ് ഗ്രന്ഥമായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. എല്ലാവരും ഈ പുസ്തകം റെഫർ ചെയ്യുന്നത് നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ ഒരു നിലപാട് ഉറപ്പിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തയ്യാറായ ടുഡേ ബുക്സിനും രാജേഷ് ചെറുപ്പാടിനും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. എഴുത്തുകാരൻ ഷിജു ഏലിയാസിനും തുടർന്നും ഇത്തരം ദിഷണാപരമായ പ്രവർത്തനങ്ങളിൽ കൂടുതൽ മുന്നേറാനാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി രാജേഷ് കെ എരുമേലിയെ ക്ഷണിക്കും. സുഹൃത്തുക്കളെ, വളരെ പ്രധാനപ്പെട്ടൊരു പുസ്തകത്തെ സംബന്ധിച്ച് ഉള്ളൊരു ചർച്ചയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. നമുക്കറിയാം, മാർക്സിസം എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രം ഒരു മതത്തിൻ്റെ പ്രത്യയശാസ്ത്രം പോലെയല്ല അതിനെ സമീപിക്കേണ്ടത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതൊരു പ്രയോഗത്തിൻ്റെ പ്രത്യയശാസ്ത്രമാണ്. ഏതെങ്കിലും പലകമേൽ ആലേഖനം ചെയ്യപ്പെട്ട് രാവിലെ ഉണർന്ന് വായിക്കുകയും വീണ്ടും വായിക്കുകയും ചെയ്യുന്ന രീതിയിലല്ല നമ്മൾ മാർക്സിസത്തെ കാണുന്നത്.
മാർക്സിസത്തിൻ്റെ വികാസ പരിണാമ ചരിത്രത്തെ സംബന്ധിച്ച ഒരു ഡിക്ഷണറിയാണ് ഷിജു എലിയസ് തയ്യാറാക്കിയിട്ടുള്ള മാർക്സിസം പ്രയോഗങ്ങൾ പരികൽപ്പനകൾ എന്ന് പറയുന്നത്. പലപ്പോഴും മാർക്സിസത്തെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിനെ രണ്ട് രീതിയിൽ സമീപിക്കാവുന്നതാണ്. ഒന്ന്, ഒരു അക്കാഡമിക് സമീപനത്തിൽ നിന്നുകൊണ്ട്, അതായത് പല വിഷയങ്ങളെ സംബന്ധിച്ച്, ഇപ്പോൾ ഹിസ്റ്ററിയെ സംബന്ധിച്ച്, എക്കണോമിക്സിനെ സംബന്ധിച്ച്, പൊളിറ്റിക്സിനെ സംബന്ധിച്ച്, അങ്ങനെ വ്യത്യസ്തമായ സമൂഹത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിൽ നിൽക്കുന്ന വിഷയങ്ങളെ അക്കാഡമികമായി സമീപിക്കുന്ന ഒരു രീതി മാർക്സിസത്തിനുണ്ട്. തീർച്ചയായും അത് മാർക്സിസത്തിൻ്റെ മറ്റൊരു വഴിയാണ്. എന്നാൽ നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അല്ലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ തങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാർക്സിസത്തെ എങ്ങനെ പ്രയോഗത്തിൽ കൊണ്ടുവരാം എന്ന് പരിശോധിക്കുന്ന ഒരു രീതി ഉണ്ട്. അങ്ങനെ രണ്ട് രീതി, ഒന്ന് അക്കാഡമിക്കായും ഈ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായും മാർക്സിസം വായിച്ചുകൊണ്ടും ഇരിക്കുന്നൊരു ഘട്ടമാണിത്. അത് രണ്ട് രീതിയിൽ നടക്കട്ടെ. എന്നാണെങ്കിലും മാർക്സിസത്തിൻ്റെ പ്രസക്തി എല്ലാ കാലത്തും നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനർത്ഥം ഈ മനുഷ്യനുള്ളിടത്തോളം കാലം അല്ലെങ്കിൽ ഭൂമിയുള്ളിടത്തോളം കാലം മാർക്സിസം ഇതേപോലെ നിലനിൽക്കുമെന്നല്ല. മാർക്സ് പറയുന്നുണ്ട്, ഓരോ ദേശത്തിൻ്റെയും സാമൂഹിക അവസ്ഥകൾക്കനുസൃതമായി ഈ പ്രത്യയശാസ്ത്രത്തെ അല്ലെങ്കിൽ ഈ ഐഡിയോളജിയെ വ്യാഖ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് പ്രയോഗത്തിലാകാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സത്യത്തിൽ കേരളത്തെ സംബന്ധിച്ച്, ഇപ്പോൾ മലയാളത്തിൽ എഴുതപ്പെട്ടൊരു പുസ്തകം എന്ന നിലയിൽ ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാർക്സിസത്തെ എങ്ങനെയാണ് വായിച്ചത് എന്നതിനെ സംബന്ധിച്ച് നിരവധിയായ വിമർശനങ്ങൾ നിൽക്കുന്നൊരു ഘട്ടത്തിലാണ് നമ്മൾ ഈ പുസ്തകത്തെ സമീപിക്കുന്നത്. ലോകത്ത് പലതരത്തിലുള്ള വികാസം മാർക്സിസത്തിൻ്റെ വായനയിൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്കറിയാം സിസക്കിനെ പോലുള്ള അമേരിക്കൻ മാർക്സിസ്റ്റ് ചിന്തകൻ്റെ പുസ്തകങ്ങൾ വരുന്നു, അഗംബനെ പോലുള്ളവരുടെ പുസ്തകങ്ങൾ വരുന്നുണ്ട്. അതിനെത്രയും മുമ്പ് തന്നെ അന്റോണിയോ നെഗ്രി നേരത്തെ ജനസഞ്ചയത്തെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചു. ഇതെല്ലാം മാർക്സിസത്തിൻ്റെ വ്യത്യസ്തമായ വായനകളായി മാത്രമാണ് നമ്മളതിനെ പരിശോധിക്കേണ്ടതും കാണേണ്ടതും. ഇന്ന് മുഖ്യധാര ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കഴിയാത്ത തരത്തിൽ ചില സമരങ്ങൾ, ചില മുന്നേറ്റങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അവിടെയെല്ലാം ഈ മാർക്സിസത്തോട് കണ്ണു ചേർത്തുകൊണ്ടുള്ള വായനയും അത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതിനെ പരിശോധിച്ചുകൊണ്ട് അതിനോട് ചേരുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയത്തിന് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ളതാണ് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുത എന്ന് പറയുന്നത്. പലപ്പോഴും മാർക്സിസത്തെ ക്ലാസിക്കൽ മാർക്സിസത്തിൻ്റെ അതേ പാറ്റേണിൽ നിന്നുകൊണ്ട് കാണുകയും ആ ഒരു കൃത്യമായ കാലഗണനയൊക്കെ വെച്ചുകൊണ്ട് മാർക്സിസത്തെ പ്രയോഗിക്കാം എന്ന് കഴിയുന്നതിലുമാണ് പ്രശ്നം വരുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചും അത്തരം ചില പ്രശ്നങ്ങൾ മുഖ്യധാര രാഷ്ട്രീയ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നേരിടുന്നുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം മുൻനിർത്തി പരിശോധിക്കുമ്പോൾ ഈ പുസ്തകത്തെ നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും മാർക്സിസത്തിന് ശേഷം മുന്നോട്ട് വന്നിട്ടുള്ള പലതരത്തിലുള്ള ഐഡിയോളജികളുണ്ട്. ഇപ്പോൾ പോസ്റ്റ് മോഡേൺ എന്ന് പറയുന്ന സങ്കല്പങ്ങൾ, അതുപോലെ പോസ്റ്റ് കൊളോണിയൽ സങ്കല്പങ്ങൾ, ഇപ്പോൾ പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്ന സങ്കല്പങ്ങൾ, ഇതെല്ലാം ഇത്തരത്തിലുള്ള ഈ പ്രയോഗങ്ങൾ, ഇത്തരത്തിലുള്ള ചിന്താധാരകൾ എങ്ങനെയാണ് വികസിച്ച് വരുന്നതെന്ന് ഈ പുസ്തകത്തിൽ പറയുകയും അത് മാർക്സിസവുമായി എങ്ങനെയാണ് അതിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് വിമർശനപരമായി പരിശോധിക്കാം എന്നൊക്കെയുള്ള നിരവധിയായ കാര്യങ്ങൾ ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ ഇവിടുത്തെ മാർക്സിസ്റ്റ് വായനകളെല്ലാം തന്നെ ഒരു ഒരു സെക്ടേറിയൻ രീതിയിലേക്ക് മാറുന്ന ഒരു പ്രവണത ഇവിടെ കാണുന്നുണ്ട്. അതല്ല, മാർക്സിസം വളരെ തുറന്ന സമൂഹത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലേക്കും നമ്മളിപ്പോൾ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലത്തെ സംബന്ധിച്ച്, സമൂഹത്തിലെ മതങ്ങളെ സംബന്ധിച്ച്, മതങ്ങളുടെ സ്വാധീനങ്ങളെ സംബന്ധിച്ച്, വിവിധ തരത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച്, പലതരത്തിലുള്ള അധികാരങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ പഠിക്കാൻ കഴിയുന്ന ഒരു ടൂൾ എന്ന നിലയിലാണ് മാർക്സിസത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ മാർക്സിസം കഴിഞ്ഞ 2000-ൽ നമുക്കറിയാം മുതലാളിത്തം തന്നെ വലിയ പ്രതിസന്ധിയിലായ ഒരു ഘട്ടത്തിലാണ് മൂലധനം വായിക്കാൻ തുടങ്ങി. കാരണം എന്തെങ്കിലും സാധ്യതകൾ ഈ മാർക്സിൻ്റെ മൂലധനത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതും ഒക്കെയുള്ള ചർച്ചകൾ ഉയർന്നു വന്നൊരു ഘട്ടമാണ്. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ അല്ലെങ്കിൽ വളരെ ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ലോകത്തിലാണ് മാർക്സിസം പ്രസക്തമാകുന്നത്. അത് തൊഴിലാളി വർഗം എന്ന് പറയുന്ന ആ ഒരു സമൂഹം, ക്ലാസിക്കൽ രീതിയിലുള്ള തൊഴിലാളി വർഗമല്ല, എല്ലാ തൊഴിലാളി വർഗത്തിൻ്റെയും ചൂഷണം എവിടെയുണ്ടോ അവിടെയെല്ലാം തന്നെ ഈ പ്രത്യയശാസ്ത്രത്തിന്
സവിശേഷമായ സ്ഥാനമുണ്ട്. അത് ചിലപ്പോൾ മുഖ്യധാര ഇടതുപക്ഷത്തിന് പുറത്തായിരിക്കാം, ചിലപ്പോൾ മുഖ്യധാര ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി. അടുത്തായി പുസ്തകം രചിച്ച ഷിജു എലിയാസ് ഈ പുസ്തകത്തിൻ്റെ രചനയുമായി ബന്ധപ്പെട്ടും അതിൻ്റെ സഞ്ചാര വഴികളെ സംബന്ധിച്ചുമൊക്കെ നിങ്ങളോട് സംസാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ പുസ്തകം ഒരുപാട് കാലത്തെ വായനയിൽ നിന്നെടുത്ത കുറിപ്പുകൾ എല്ലാം ചേർത്ത് അതൊരു വിഷയാടിസ്ഥാനത്തിലെല്ലാം തിരിച്ച് വികസിപ്പിച്ച് എഴുതിയൊരു പുസ്തകമാണ്. അതുകൊണ്ട് ഇതിൻ്റെ രചന എത്ര കാലം എടുത്തു എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയില്ല. ഒരുപാട് കാലം എടുത്തിട്ടുണ്ട്. എന്നാലൊരു 1 വർഷത്തോളം ഇതിനു വേണ്ടി കാര്യമായ അന്വേഷണത്തിലും കുറിപ്പുകൾ എടുക്കുന്ന പണിയിലും ഏർപ്പെട്ടു എന്നുള്ളത് മാത്രമേ പറയാൻ കഴിയൂ. വേറൊന്ന്, മാർക്സിസം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാർക്സിസം നിലനിൽക്കണമെന്നോ മാർക്സിസം ഇല്ലാതായാൽ ആകെ കുഴപ്പമാണെന്നോ ഒന്നും കരുതുന്ന ഒരാളല്ല ഞാൻ. വേണ്ടത് അധ്വാനിക്കുന്ന മനുഷ്യരാണ് ലോകത്തെ നിലനിർത്തുന്നത്. അവരുടെ അധ്വാനവുമായി നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെട്ടാണ് ലോകം ചലിക്കുന്നത്. അതിലെ എല്ലാ സമ്പത്തും, ആശയപരമോ ഭൗതികമോ ആയ എല്ലാ സമ്പത്തും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, അത് പരിപോഷിപ്പിക്കപ്പെടുന്നത് എല്ലാം. അങ്ങനെ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് അവരുടെ കാഴ്ചപ്പാടിൽ ലോകത്തെ കാണാനും സംഘടിതമായ അവരുടെ പ്രവർത്തനം രൂപപ്പെടുത്താനും സഹായകമായ ആശയപരമായ ഉപാധികൾ ഉണ്ടാകണം, സങ്കേതങ്ങൾ ഉണ്ടാകണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതുതന്നെ മാർക്സും ആഗ്രഹിച്ചിട്ടുള്ളൂ എന്ന് എനിക്ക് വളരെ വ്യക്തമായി പറയാൻ കഴിയും. സാധാരണ നമ്മൾ ഏതൊരു സിദ്ധാന്തത്തെ പറ്റിയും പറയുമ്പോൾ ഒരു മഹാനായ ആചാര്യൻ്റെ പേരിൽ അത് പറയും. അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനനുസരിച്ച് ശാസ്ത്രീയമാണ് എന്ന് പറയും. അദ്ദേഹം പറഞ്ഞിട്ടില്ലെങ്കിൽ അത് അങ്ങനെയല്ല. നമ്മൾ പറയാം, ഖുറാനെ പറ്റിയുള്ള സംവാദങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്, ബൈബിളിനെ പറ്റിയുള്ള സംവാദങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അതുപോലെ ഓരോ ആചാര്യന്മാരെ വെച്ചുകൊണ്ട് അവരങ്ങനെ പറഞ്ഞു, അതാണ് മാർക്സിസം ഇങ്ങനെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അതല്ല. മാർക്സിസം എന്ന് പറയുന്നത് ഒരു മതാത്മകമായൊരു സംഗതിയല്ല. മാർക്സ് പറഞ്ഞു എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ മാർക്സിസത്തെ മനസ്സിലാക്കുന്നതിൻ്റെ വലിയ അബദ്ധമാണ് എന്ന് മാത്രമാണ് ഞാൻ പറയാൻ സൂചിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് പ്രധാനമായിട്ടും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾ എങ്ങനെയാണ് അവരുടെ അധ്വാനവുമായി നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെട്ട് ലോകത്തിലെ ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്, അവരുടെ ജീവിത ബന്ധങ്ങൾ കരുപ്പിടിപ്പിക്കുന്നത്, അതിനുള്ളിലെ സംഘർഷങ്ങൾ എങ്ങനെയാണ് സാമൂഹ്യ പരിവർത്തനത്തിലേക്ക് നയിക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം അന്വേഷിച്ചത്. അത് മറ്റുള്ളവർ സൗകര്യത്തിന് വേണ്ടി അതിനെ മാർക്സിസം എന്ന് വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മാർക്സ് ഒരിക്കലും ഈ ആശയങ്ങളെ മാർക്സിസം എന്ന് വിളിച്ചിട്ടില്ല. എംഗൽസ് പോലും കാര്യമായി അതിനെ ധൈര്യപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചില സൂചനകളോട് അദ്ദേഹം പോസിറ്റീവായി പ്രതികരിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം വന്നവരാണ് മാർക്സ് പറഞ്ഞ കാര്യങ്ങളെയും അദ്ദേഹം സൃഷ്ടിച്ച അല്ലെങ്കിൽ അദ്ദേഹം ആ കാലഘട്ടത്തിൽ സവിശേഷമായി പരുവപ്പെടുത്തിയ ആശയങ്ങളെ സൂചിപ്പിക്കാൻ മാർക്സിസം എന്ന വിശേഷണം പിന്നീടാണ് ഉപയോഗിക്കപ്പെട്ടത്. അതുകൊണ്ട് മാർക്സിസത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. മാർക്സിസത്തെ സംരക്ഷിക്കാൻ വേണ്ടി ചിലർ ഇറങ്ങും. അത് ആരെങ്കിലും കാണിച്ചാൽ മാർക്സിസം ആകെ കുഴപ്പത്തിലായി എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ മാർക്സിസം ആരുടെയും സംരക്ഷണം ആവശ്യപ്പെടാത്ത ഒന്നാണ്. എന്നാൽ മാർക്സിസത്തിലൂടെ അല്ലെങ്കിൽ മാർക്സിസം എന്ന് നമ്മൾ വിളിക്കുന്ന ഈ ആശയാവലികളിലൂടെ ആരുടെ താല്പര്യങ്ങളാണോ പ്രതിനിധീകരിക്കപ്പെട്ടത് ആ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനുള്ള ബാധ്യത നമുക്കുണ്ട്. അതിന് സഹായകമായ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള രാഷ്ട്രീയവും ചരിത്രപരവുമായ ബാധ്യത നമുക്കുണ്ട്. അതിന് സഹായകമായ ഏതൊരു അന്വേഷണത്തെയും പ്രചോദിപ്പിക്കുന്ന, മുന്നോട്ട് കൊണ്ടുപോകുന്ന ആശയങ്ങളുടെ ഒരു സമാഹാരമായിട്ട് നമ്മൾ മാർക്സിസത്തെ മനസ്സിലാക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാർക്സ് പറഞ്ഞതിൽ നിന്ന് ഏറെ വ്യത്യസ്തമായി ഏറെ മുന്നോട്ട് പോയി പിന്നീട് ലെനിൻ പറഞ്ഞിട്ടുണ്ട്, മാവോ പറഞ്ഞിട്ടുണ്ട്, അന്റോണിയോ ഗ്രാംഷി സംസാരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സാഹചര്യത്തിൽ EMS ഉൾപ്പെടെയുള്ള ആളുകൾ മാർക്സിസം എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു അപകടം വരുന്നു. അത് പ്രത്യേകം മാർക്സ് പറഞ്ഞോ ഇല്ലയോ അതിൽ നിന്ന് മാറ്റിക്കൊണ്ട് തൊഴിലാളി വർഗത്തിൻ്റെ അല്ലെങ്കിൽ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾ ലോകത്തെ മുന്നോട്ട് നയിക്കാനുള്ള അവരുടെ പ്രവർത്തനത്തിൽ അവർക്ക് സഹായകമായി തീരുന്ന ആശയപരമായ ഉപാധികൾ കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ദൈക്ഷണികമായ അന്വേഷണങ്ങൾ ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ അർത്ഥത്തിലുള്ള ഒരു എളിയ സംഭാവനയായി ഈ പുസ്തകത്തെ കാണണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. ഈ പരിപാടി ഇവിടെ അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു.